അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തൗക്കീദിനെ കുറിച്ചാണ്. നമ്മൾ തംയീസ്, നഅത്ത്, ഹഖീഖി, സബബി, ഹാല് പോലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മുടെ അടുത്ത പാഠം തൗക്കീദിനെ കുറിച്ചാണ്. അത്തൗക്കീദു താബിയുൻ യുദ്കറു ഫിൽ കലാമി ലിദഫ്ഇ മാ ഖദ് യതവഹമുഹു മുസ്സാമിഉ മിമ്മാ ലൈസ മഖ്സൂദൻ. താബിആയി വരുന്നതാണ്, തുടർന്ന് വരുന്നതാണ്, ഒരു ഇസ്മിനെ തുടർന്ന് വരുന്നതാണ്. യുദ്കറു ഫിൽ കലാമി, ഒരു സെൻറ്റൻസിൽ അതിനെ പറയപ്പെടുന്ന ഒരു താബിയാണ്. ലിദഫ്ഇ മാ ഖദ് യതവഹമുഹു മുസ്സാമിഉ, കേൾക്കുന്ന ആള് സംശയിക്കുന്നതിനെ തടയാൻ വേണ്ടി. മിമ്മാ ലൈസ മഖ്സൂദൻ, ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തെ കേൾവിക്കാരൻ സംശയിക്കാൻ സാധ്യതയുണ്ട്, ഊഹിക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയെ തട്ടിക്കളയാൻ വേണ്ടിയിട്ട്, അഥവാ നമ്മൾ പറയുന്നത് അല്ലാതെ വേറൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങളെ തട്ടാൻ വേണ്ടിയിട്ട് സെൻറ്റൻസിൽ തുടർന്ന് വരുന്ന ഒരു ഇസ്മാണ് തൗക്കീദ് എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി പറയാം. താബിയുൻ യുദ്കറു ഫിൽ കലാമി, ഒരു സെൻറ്റൻസിൽ പറയപ്പെടുന്ന ഒരു താബിആയി വരുന്ന ഇസ്മാണ്. ലിദഫ്ഇ മാ ഖദ് യതവഹമുഹു, ഊഹിക്കുന്ന കാര്യങ്ങളെ തടയാൻ. അസ്സാമിഉ, സാമി കേൾവിക്കാരൻ ഊഹിക്കുന്ന കാര്യങ്ങളെ തടയാൻ. മിമ്മാ ലൈസ മഖ്സൂദൻ, ഉദ്ദേശമല്ലാത്ത സാമിയെ ഊഹിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ തടയാൻ വേണ്ടി ഒരു സെൻറ്റൻസിൽ പറയപ്പെടുന്ന താബിആണ് തൗക്കീദ് എന്ന് പറഞ്ഞാൽ. ഈ തൗക്കീദ് രണ്ട് ഇനമാണ്, ഒന്ന് മാനവി, ഒന്ന് ലഫ്ലി. അപ്പോൾ തൗക്കീദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാൾ വന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, നമ്മൾ പെട്ടെന്ന് ഒരു ന്യൂസ് കേൾക്കുകയാണ്, ഒരു എന്താണ് അവിടെ വീട് കത്തി. അപ്പോൾ നമുക്ക് വീട് കത്തി എന്ന് പറയുന്നത് കൊണ്ട് ആ വീട് മുഴുവൻ കത്തുക എന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വീടിൻ്റെ ഒരു ഭാഗം എന്ന് ചിന്തിക്കാം. അപ്പോൾ വീട് മുഴുവനായിട്ടും കത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, കുല്ലുഹു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് തൗക്കീദിൽ വരുന്നത്. ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് രണ്ട് ഇനമാണ് പറഞ്ഞത്. ഒന്ന് തൗക്കീദ് ലഫ്ലി, രണ്ടാമത്തത് തൗക്കീദ് മാനവി. ആ തൗക്കീദുൽ മാനവി യകൂനു ബി അൽഫാലിൻ ഹിയ. അപ്പോൾ മാനവിയായ തൗക്കീദ് ചില ലഫ്ലുകൾ കൊണ്ടാണ് നമ്മൾ തൗക്കീദാക്കുക. ഒന്ന് നഫ്സ്, ഐന്, കുല്ല്, ജമിഅ, കില, കിൽത്ത. നഫ്സ്, ഐൻ എന്ന് പറഞ്ഞാൽ അതേ സാധനം തന്നെ. കുല്ല്, ജമിഅ എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്ന അർത്ഥത്തിലുള്ള. കില, കിൽത്ത എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. വയജിബു അൻ യത്തസില കുല്ലു മിൻഹ, ഇവയിൽ ഓരോന്നും ചേരൽ നിർബന്ധമാണ്. ബി ലമീരി യുതാബിക്കുൽ മുഅക്കദ, മുഅക്കദിനോട് തൗക്കീദാക്കപ്പെടുന്ന വസ്തു ഉണ്ടാകും. ആ മുഅക്കദിനോട് ചേർന്ന ഒരു ലമീർ ആ തൗക്കീദിലുണ്ടാവൽ നിർബന്ധമാണ്. ഉദാഹരണം ശ്രദ്ധിക്കുക. ഹാദസനിൽ വസീറു, എന്നോട് മന്ത്രി സംസാരിച്ചു. നഫ്സുഹു, അവൻ തന്നെ. ഇവിടെ വസീർ സംസാരിച്ചു എന്ന് പറയൽ കൊണ്ട് നമുക്ക് സാധ്യതയുണ്ട്, വസീറല്ല, മന്ത്രിയല്ല, മന്ത്രിൻ്റെ PA ആയിരിക്കും, അല്ലെങ്കിൽ മന്ത്രിൻ്റെ വക്കീലായിരിക്കും എന്നാണ് നമ്മൾ ചിലപ്പോൾ സംശയിക്കാൻ സാധ്യതയുണ്ട്. അവനോടൊന്നും എന്ത് ചെയ്യില്ല, മന്ത്രി സംസാരിക്കൂല എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ പറയാണ്, ഒന്നല്ല, നേരിട്ട് മന്ത്രി തന്നെയാണ് അവനോട് കാര്യം പറഞ്ഞത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഊഹിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്, മന്ത്രിൻ്റെ വക്കീലാവാം, അല്ലെങ്കിൽ മന്ത്രിൻ്റെ PA ആവാം, അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആവാം സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു നഫ്സുഹു എന്ന വാക്ക് ഉപയോഗിച്ചത് മൂലം അയാൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തോട് സംസാരിച്ചത് വസീർ തന്നെയാണ്, മന്ത്രി തന്നെയാണ് എന്ന് മനസ്സിലായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നഫ്സുഹു എന്ന ആ ഹു എന്ന ലമീർ വസീറിലേക്കാണ് മടങ്ങുന്നത്. അപ്പം നഫ്സ് എന്ന വാക്കാണ് ഇവിടെ തൗക്കീദ് മാനവി, അതിലെ ഹു എന്ന ലമീർ മടങ്ങുന്നത് വസീറിലേക്കാണ്. അപ്പം ഇങ്ങനെ ഒരു ആ മുഅക്കദ് ഏതാണ്, തൗക്കീദ് ചെയ്യപ്പെടുന്നത് വസീറാണല്ലോ, ഉറപ്പിക്കപ്പെടുന്ന ആളാരാണ്, ഈ മന്ത്രിയാണ് അല്ലേ. അപ്പോൾ ഈ മുഅക്കദിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ, ഹു എന്ന ലമീർ ആ തൗക്കീദിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ തൗക്കീദ് മാനവിയെ നമ്മൾ രൂപപ്പെടുത്തുക. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു നഫ്സ് ഐന് കൊണ്ടാക്കും, അതേപോലെ ജമിഅ കുല്ല് കൊണ്ടാക്കും, കില കിൽത്ത കൊണ്ടാക്കും.
ഇനി നമ്മൾ ഓരോന്നും വിശദീകരിച്ച് പറയാണ്. വഹുമാബി മാന വാഹിദ്, നഫ്സ് ഐന് എന്നുള്ളത് അവൻ തന്നെ എന്നുള്ള അർത്ഥത്തിന്, ഒറ്റ അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. വയു അക്കദു ബിഹൽ മുഫ്രദു വൽ മുസന്ന വൽ ജംഉ, ഈ രണ്ടെണ്ണം കൊണ്ടും നമുക്ക് മുഫ്രദായ ഒരു സെൻറ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, മുഫ്രദായ ഒരു ഇസ്മിൻ്റെ കൂടെ ഉപയോഗിക്കാം, മുസന്നയായ ഒരു ഇസ്മിൻ്റെ കൂടെ ഉപയോഗിക്കാം, ജമ്മിൻ്റെ കൂടെയും ഉപയോഗിക്കാം. അപ്പോൾ വയക്കൂനു ലഫ്ലുഹുമാ മുഫ്രദൻ മാൽ മുഫ്രദി, അപ്പോൾ മുഫ്രദിൻ്റെ കൂടെ മുഫ്രദായിട്ടുള്ള ഒരു ലഫ്സാണ് വേണ്ടത്. ഉദാഹരണം നമ്മൾ ശ്രദ്ധിക്കുക. റഅയ്തുൽ ഉസ്താദ നഫ്സഹു ഫിസൂക്കി, ഞാൻ ഉസ്താദിനെ അങ്ങാടിയിൽ നിന്ന് ഉസ്താദിനെ തന്നെ കണ്ടു. ഉസ്താദ് എന്നുള്ള വാക്ക് മുഫ്രദാണ്. ആ വാക്ക് മുഫ്രദായത് കൊണ്ട് തന്നെ തൗക്കീദ് ചെയ്യപ്പെടുന്ന നഫ്സ് എന്ന വാക്കിനെ നമ്മൾ എന്ത് ചെയ്തു, മുഫ്രദാക്കി. എന്നാൽ വ യുജ്മആനി അല വസ്നി അഫ്ഉൽ, ഈ രണ്ടും നഫ്സും അയിനും അഫ്ഉലി എന്ന വസ്നിൽ നമ്മൾ ജമ്മാക്കണം, അഥവാ അംഫുസ് അയുന് എന്നാക്കണം. മഅൽ മുസന്ന വൽ ജംഇ, മുസന്നയായിട്ട് യൂസ് ചെയ്യുമ്പോഴും അതേപോലെ ജം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അവസരത്തിലും നമ്മൾ ആ വാക്കിനെ അംഫുസ് അയുന് എന്ന വാക്കായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്, അഥവാ ജമ്മാക്കിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മുഫ്രദാണ് എന്നുണ്ടെങ്കിൽ, ഉസ്താദ് എന്ന വാക്ക് നമ്മൾ പറഞ്ഞു, മുഫ്രദായ വാക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ മുഫ്രദായിട്ടുള്ള തൗക്കീദിനെയാണ് നമ്മൾ, ഈ നഫ്സ് എന്ന വാക്കിനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. എന്നാൽ മുസന്നയോ ജംഒ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജം സീഗയെയാണ് കൊണ്ടുവരേണ്ടത്, അഥവാ അയുന് അംഫുസ് എന്ന സീഗയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഉദാഹരണം, ജാ അൽ ആയിബൂന അയുനുഹും, കളിക്കാർ തന്നെ വന്നു. ഫദഖലു, ആ കളിക്കാറന്നെ വന്നു. ഫദഖലുൽ മൽഅബ, അവർ എന്ത് ചെയ്തു, പ്ലേ ഗ്രൗണ്ടിൽ അവർ പ്രവേശിച്ചു. ഇവിടെ ലായിബൂന എന്ന ഇസ്മ ജം ആയതുകൊണ്ട് തന്നെ, ഫായിൽ ജം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തൗക്കീദ് ജം ആയിരിക്കണം. അതുകൊണ്ട് അയ്യുനു എന്ന് നമ്മൾ എന്ത് ചെയ്തു, യൂസ് ചെയ്തു. ആ ഹും എന്ന ലമീർ ലായിബൂനക്കോട് യോജിച്ച ലമീർ ഹും എന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഹും എന്ന് കൊടുത്തു. ഇനി ജാഅത്തിൽ മർഅത്താനി അൻഫുസുഹും, ആ രണ്ട് പെണ്ണുങ്ങൾ തന്നെ എന്ത് ചെയ്തു, വന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് മുസന്ന ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു അത് നമ്മൾ നഫ്സ് എന്ന് യൂസ് ചെയ്യാൻ പാടില്ല, മുഫ്രദായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, മറിച്ച് ജം ആയിട്ടാണ് കൊണ്ടുവരേണ്ടത്, അഥവാ അംഫുസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അയുന് എന്നാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിനുശേഷം നമ്മൾ നോക്കുക, മർഅത്താനി എന്നുള്ളത് രണ്ട് സ്ത്രീകളാണ്, അതുകൊണ്ട് തന്നെ ഹുമ എന്ന് നമ്മളവിടെ കൊണ്ടുവന്നു. ഇങ്ങനെയാണ് നഫ്സ് അയിന് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഇനി കുല്ല് ജമീ എന്നത് യുഅക്കദു ബിഹാദിൽ അൽഫാലി തദുല്ല അല ശുമൂലി, മൊത്തത്തിലുള്ളത് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, മുഴുവനും എന്ന അർത്ഥത്തിന് വരുന്നതാണ് ഏത്, ഈ കുല്ല് ജമീ എന്നത്. ഉദാഹരണം പറഞ്ഞാൽ അക്കൽത്തുൽ ഖുബ്സ കുല്ലഹു, ഞാൻ റൊട്ടി മുഴുവനും തിന്നു. അപ്പോൾ റൊട്ടി തിന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ പേതി തിന്നാം, കഷ്ണം തിന്നതൊക്കെ സാധ്യതയുണ്ട്, പക്ഷെ പറയാണ് മുഴുവൻ അവൻ തിന്നിട്ടുണ്ട് എന്ന് പറയാണ്. ഉദാഹരണം, ഒഹിബു സ്വാദിഖീന കുല്ലഹും, ഞാൻ സത്യം പറയുന്ന എല്ലാ ആളുകളെയും ഞാൻ എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ലമീർ നമ്മൾ ശ്രദ്ധിക്കുക, മുന്നത്തെ മുഅക്കദ് ജമ്മാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന ആ തൗക്കീദിൻ്റെ കൂടെ വരുന്ന ലമീർ ജമ്മായിരിക്കണം. അത് മുസന്നയാണ്, മുഅക്കദ് മുസന്നയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന ആ ലമീർ മുസന്നയായിരിക്കണം, മുഫ്രദാണെങ്കിൽ മുഫ്രദായിരിക്കണം. ഇനി ഈ കുല്ലിന് വേറെ എല്ലാത്തിനും ഒരേപോലെയാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു അക്കൽത്തുൽ ഖുബ്സ കുല്ലഹു, അപ്പോൾ എന്താണ് ഇവിടെ ഖുബ്സ് എന്തായത് കൊണ്ടാണ്, മുഫ്രദായതുകൊണ്ടാണ് കുല്ലഹു എന്ന് പറഞ്ഞത്. ഇനി ജം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കുല്ലഹും എന്നാണാകുക. അൽ മുസ്ലിമൂന ജമീഉഹും ഇഖ്വ, മുസ്ലിങ്ങൾ എന്താണ്, മുഴുവനും എല്ലാവരും എന്താണ്, സഹോദരന്മാരാണ്. അപ്പോൾ ഇങ്ങനെയാണ് കുല്ല് ജം എന്ന് നമ്മൾ ജമീ യൂസ് ചെയ്യൽ. ഇനി കിലാവ കിൽത്ത എന്നുള്ളത്, കില എന്നുള്ളത് മുസന്ന മുദക്കറിന് പ്രത്യേകമായതാണ്, അതേപോലെ കിൽത്ത എന്നുള്ളത് മുസന്ന മുഅന്നസിന് പ്രത്യേകമായതാണ്. ജാഅത്ത് താലിബൂന, ഇനി അതിൻ്റെ മുഫ്രദും ജം ഒന്നുമില്ല. അപ്പോൾ കില എന്നുള്ളത് മുസന്ന മുദക്കറിന് പ്രത്യേകമായതാണ്, കിൽത്ത എന്നുള്ളത് മുസന്ന മുഅന്നസിന് പ്രത്യേകമായതാണ്. ജാഅത്ത് താലിബാന് കിലാഹുമ, ആ രണ്ട് കുട്ടികൾ തന്നെ വന്നു. ജാഅത്തിൽ മർഅത്താന് കിൽത്താഹുമ, ആ രണ്ട് സ്ത്രീകൾ തന്നെ വന്നു. അപ്പോൾ ഇതിൻ്റെ എന്താണ്, മുഫ്രദോ ജംഒ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല.
നമ്മൾ പറഞ്ഞത് എന്താണ്, നഫ്സ് ആയിന് പോലത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ മുഫ്രദും ജം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ആ തൗക്കീദ് ലഫ്ലിയു, ലഫ്ലിയായ തൗക്കീദ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കാം. അത് എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ ഒരു ഇസ്മിനെ നമ്മൾ മടക്കിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേലിനെ മടക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഹർഫിനെ മടക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു ജുംലയെ നമുക്ക് അതേപോലെ തന്നെ കൊണ്ടുവന്നാൽ മതി. ഉദാഹരണം റഅയ്തു തിംസാഹ തിംസാഹ, വാവ് കൊടുക്കരുത് കേട്ടോ, അത് നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ വാക്കിനെ തന്നെ ഇസ്മിനെ തന്നെ ആവർത്തിക്കുക. റഅയ്തു തിംസാഹ, ഞാൻ എന്ത് ചെയ്തു, മുതലയെ കണ്ടു. തിംസാഹ, ആ മുതലെ ഞാൻ എന്ത് ചെയ്തു, കണ്ടു എന്ന അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആ തിംസാഹി എന്ന വാക്കിനെ നമ്മൾ ആവർത്തിച്ചു. ഹലർ ഹലർ ഗായിബ്, ഓ മറഞ്ഞ ആൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ ഹലറ ഹലറ, ഇവിടെ വാവ് കൊടുക്കാൻ പാടില്ലെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. അങ്ങനെയാണെങ്കിൽ അതെന്തായി മാറൂല, തൗക്കീദായിട്ട് മാറൂല. അപ്പോൾ ആ വാക്ക് തന്നെ നമ്മൾ ആവർത്തിക്കുക, പക്ഷേ അതിൽ വാവ് അതിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ചേർക്കാൻ പാടില്ല. അടുത്തത് ലാല അഹുൽ അഹദ, ഞാൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും കരാറിനെ ഞാൻ എന്ത് ചെയ്യില്ല, കരാർ ചെയ്ത കാര്യത്തെ ഞാൻ എന്ത് ചെയ്തില്ല, വഞ്ചിക്കൂല. അപ്പോൾ ഇവിടെ ലാല, ഞാൻ വഞ്ചിക്കുകയേ ഇല്ല എന്ന് നമ്മൾ പറയാണ്. അന്തൽ മലൂം അന്തൽ മലൂം, നീയാണ് എന്ത് ആക്ഷേപിക്കപ്പെട്ടവൻ, നീയാണ് ആക്ഷേപിക്കപ്പെട്ടവൻ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്, ഇത് തൗക്കീദ് ചെയ്യാൻ വേണ്ട, തൗക്കീദ് ലഫ്ലി എന്ന് പറയും. ആ ലഫ്ലിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ് ഇവിടെ. അതുകൊണ്ടാണ് ലഫ്ലി എന്ന് പറഞ്ഞത്. മാനവി എന്ന് പറഞ്ഞാൽ അതേ ലഫ്ലിനെ അല്ല നമ്മൾ കൊണ്ടുവരുന്നത്. ഇവിടെ തിംസാഹ് എന്നുള്ള വാക്കിനെയാണ് നമ്മൾ എന്ത് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഫെയിലിനെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഹർഫിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ആ ജുംലയെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് തൗക്കീദ് ലഫ്ലി നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ പാഠത്തിൽ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞത് തൗക്കീദ് എന്താണെന്നാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, താബീൻ യുദ്ക്കർ ഫിൽ കലാമിൽ തവഹമു സമയു മിമ്മാ ലൈസ മക്സൂദൻ, എന്താണ് മക്സൂദല്ലാതെ ഉദ്ദേശിക്കപ്പെടാത്ത ഒരു കാര്യത്തെ കേൾക്കുന്ന ആൾ ഊഹിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യത്തെ തടയാൻ വേണ്ടിയിട്ട് സെൻറ്റൻസിൽ പറയപ്പെടുന്ന താബിയായ ഇസ്മാണ്. അത് രണ്ട് ഇനമാണ്, ഒന്ന് മാനവി, രണ്ടാമത്തത് ലഫ്ലി. തൗക്കീദുൽ മാനവി എന്നത് നഫ്സ്, ഐന്, കുല്ല്, ജമിയ, കില, കിൽത്ത പോലത്തെ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ കൊണ്ടുവരിക. അതേപോലെ അത് ആ തൗക്കീദിൽ എന്തുണ്ടായിരിക്കണം, മുഅക്കദുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ലമീർ നിർബന്ധമാണ്. പിന്നെ അടുത്ത പറഞ്ഞത് തൗക്കീദ് ലഫ്ലി യകൂനു ബിയാത്തി ലഫ്ലി ഇസ്മൻ ഔ ഫേലൻ ഔ ഹർഫൻ ഔ ജുംല. തൗക്കീദ് ലഫ്ല് നമ്മൾ ഉണ്ടാക്കൽ എന്താണ്, ആ ലഫ്ലിനെയോ ആ ഇസ്മിനെയോ ഫേല്, ഹർഫ്, ജുംല ഇവയെ നമ്മൾ മടക്കി രണ്ടാമത് കൊണ്ടുവരൽ കൊണ്ട് നമുക്കിന്ന് ഉണ്ടാക്കാൻ പറ്റും. വീണ്ടും കൊണ്ടുവരൽ കൊണ്ട് നമുക്ക് തൗക്കീദ് ലഫ്ലി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.